നമസ്കാരം. നമ്മളെ വളരെയേറെ ചിന്തിപ്പിക്കുന്ന കുറേ വിഷയങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ കാണുവാൻ ഇടയാകുന്നു. ഇതേവരും കാണുന്നുണ്ട്, കണ്ണടയ്ക്കുന്നുണ്ട്, പറയാതിരിക്കാൻ വയ്യ. ക്ഷേത്രങ്ങളിൽ ഇന്ന് ഒരുപാട് മാലിന്യ വസ്തുക്കളാണ് ഉള്ളത്. എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കുക. ചന്ദനത്തിരി മുതൽ വിൽക്കുന്ന എണ്ണ വരെ, കർപ്പൂരം വരെ, കുങ്കുമം വരെ മാലിന്യമാണ്. നാം ക്ഷേത്രങ്ങളിൽ പോകുന്നത് മനസമാധാനത്തിന് വേണ്ടിയിട്ടാണ്. ഭക്തിയും ശ്രദ്ധയോടും കൂടി നാമജപം ഒരു 10 മിനിറ്റെങ്കിലും ജപിച്ച് ഭക്തിയോടുകൂടി ഭഗവാനെ പ്രാർത്ഥിച്ച് അന്നത്തെ ദിവസം നന്നാകുവാൻ വേണ്ടിയിട്ട് നാം ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഇന്ന് ക്ഷേത്രങ്ങൾ മുഴുവനും, ക്ഷേത്ര പരിസരം മുഴുവനും ചന്ദനത്തിരി കെമിക്കലാണ്, കംപ്ലീറ്റ് കെമിക്കലാണ്. പക്ഷേ അത് വാങ്ങിച്ചു കൊടുത്ത് ശീലിച്ച് സെൻറ്റിമെൻറ്റായി ഈ തിങ്കളാഴ്ച ഞാൻ ചന്ദനത്തിരി വാങ്ങിച്ച് വെച്ചില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വരുമോ എന്നുള്ള ഭയം, ആങ്സൈറ്റി. ഭഗവാൻ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. പക്ഷേ നമ്മുടെ തെറ്റിദ്ധാരണയാണ് ഈ ചന്ദനത്തിരി ഞാൻ കഴിഞ്ഞ ദിവസം വയ്ക്കാത്തത് കൊണ്ടാണ് വണ്ടിയിൽ നിന്ന് വീണത് എന്നുള്ളത്. മനസ്സങ്ങനെ ചലിക്കുകയുള്ളൂ. ഈ ചന്ദനത്തിരി മുഴുവനും കത്തിച്ച് വയ്ക്കുന്നു, ഈ പുക ശ്വസിക്കുകയാണ്. നമ്മൾ വാങ്ങിച്ചു കൊടുക്കും, 5 മിനിറ്റിൽ നാം അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. പക്ഷേ ആ ക്ഷേത്രത്തിനകത്തിരിക്കുന്ന പൂജാരിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതെല്ലാം കൂടെ കത്തിച്ച് വെച്ചിട്ട് അത് മൊത്തം ശ്വസിച്ച് അദ്ദേഹത്തിന് ലങ്സിന് എന്തെങ്കിലും അസുഖം വരുമ്പോൾ നേരെ ശിവനെ പഴിക്കുകയാണ്. ഈശ്വര, നിന്നെ ഞാൻ 20 കൊല്ലം കൊണ്ട് രാവിലെയും വൈകിട്ടും പൂജിക്കുന്നു, നിർമാല്യത്തിന് വരുന്നു, എനിക്ക് നീ തന്നതോ ലങ്സിലെ ഈ ഒരു ഡിസീസ്, രോഗം, മാരക രോഗം. ഇതിന് കാരണക്കാരൻ ഈ ചന്ദനത്തിരിയാണെന്നും ഇല്ലെങ്കിൽ അവിടെ കത്തിക്കുന്ന എണ്ണ ഹൈലി കണ്ടാമിനേറ്റഡ് എണ്ണയാണെന്നും ഇദ്ദേഹം ചിന്തിക്കുന്നില്ല. ദേവസ്വം ബോർഡിലാണ് രാവിലെ നട തുറന്നേ മതിയാകൂ, പൂജ കഴിച്ചേ മതിയാകൂ, അവിടെ ലഭ്യമായ സാധനങ്ങൾ കൊണ്ട് ക്രിയ കഴിച്ചേ മതിയാകൂ. ഇദ്ദേഹത്തിന് ഓടുവാൻ സാധിക്കില്ലല്ലോ. ചന്ദനത്തിരി ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ പോയിട്ട് അത് വാങ്ങിച്ച് അതുകൊണ്ട് കഴിക്കുവാനായിട്ട്, ഇല്ലെങ്കിൽ നല്ലെണ്ണ വാങ്ങിച്ച് വിളക്കിൽ ഒഴിക്കുവാനായിട്ട്, വെളിച്ചെണ്ണ വാങ്ങിച്ച് വിളക്കിൽ ഒഴിക്കുവാനായിട്ട് ഇദ്ദേഹത്തിന് ഒരാളെ കൊണ്ട് സാധിക്കില്ല. ഈ എപ്പിസോഡ് തന്നെ, ഈ വീഡിയോ തന്നെ കാണുന്നവർ ചുരുക്കം ചില ലക്ഷങ്ങൾ വരുന്ന സനാതനധർമ്മം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഹിന്ദുധർമ്മത്തിലുള്ള ആൾക്കാർ 1000 പേർ 500 പേർ കണ്ടാൽ ആയി, അതിൽ 100 പേർ ഫോളോ ചെയ്താലായി. ഇത്രയേ സാധിക്കുകയുള്ളൂ. ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു ക്യുമുലേറ്റീവ് എഫക്റ്റായിട്ട് കൊണ്ടുപോവുകയാണ്. ക്യുമുലേറ്റീവ് എഫക്റ്റ് ഒന്നിൽ നിന്ന് 10, 100, 100, 1000 ലക്ഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കർപ്പൂരം ഏവർക്കും അറിയാം, പുക, കറുത്ത പുക എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ സഹിക്കുക. ദീപ ആരാധന, ദീപം കൊണ്ട് ആരാധിക്കുക, ദീപം കൊണ്ട് ഒഴിയുക എന്നുള്ളത് കർപ്പൂരത്തിലേക്ക് മാറി. ഇന്ന് കർപ്പൂരം കെമിക്കൽ ഫാക്ടറിയായി. ആ കെമിക്കൽ കത്തുകയാണ്, വലിയ വലിയ കട്ടയ്ക്ക് കത്തിച്ച് വെക്കുകയാണ്. ഞാൻ ചെയ്തിട്ടുണ്ട് അറിയാത്ത പ്രായത്തിൽ. മകരവിളക്കിന്, മണ്ഡലപൂജയ്ക്ക്, ശാസ്താവിൻ്റെ നടയിൽ ചെറുപ്പത്തിൽ ആരും പറഞ്ഞു തരാനില്ല, അത് കെമിക്കലാണോ എന്ന് പോലും അറിയില്ല. ഒരുപാട് രൂപയ്ക്ക് 500 ഗ്രാം, 1 കിലോ, 1.5 കിലോ കർപ്പൂരം വാങ്ങിച്ച് ഈ കൈ കൊണ്ട് കത്തിച്ച് വെച്ചിട്ടുണ്ട്. പ്രകൃതിയെ മലിനമാക്കിയിട്ടുണ്ട്, അറിയില്ല. ഇന്നിതാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യരുതേ എന്ന്. കാലം അങ്ങനെ പോവുകയാണ്, നാം അനുകരിക്കുകയാണ്. ചിലർക്ക് അറിയില്ല. ആയതിനാൽ ഒരു അപേക്ഷയാണ്. കാരണം നാം ഒരുപക്ഷെ ചിന്തിക്കുന്നത് വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ ക്ഷേത്രത്തിലെ കാര്യമായിരിക്കും. ഇല്ല, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. അവിടെ എന്നും കത്തിത്തീരുന്നത് കെട്ടുകണക്കിന് വരുന്ന ചന്ദനത്തിരികളും ലിറ്റർ കണക്കിന് വരുന്ന എണ്ണകളും. എണ്ണ എവിടെ നിന്നൊക്കെ വരുന്നു എന്ന് ഈശ്വരൻ തന്നെ അറിയാം. അതുപോലെ തന്നെ കുങ്കുമം, കെമിക്കൽ കുങ്കുമം. ക്ഷേത്രത്തിലെ പ്രസാദമെന്ന് കരുതി നെറ്റിയിൽ തൊടുന്നു, നെറ്റി പൊള്ളുകയാണ്. ഇനി അയാൾ ക്ഷേത്രത്തിൽ പോലും പോവില്ല. ഇതാരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തഥൈവ കണ്ണടക്കുകയാണ്. കാരണം ഇതൊരു സിസ്റ്റമായി, ഒരു സിസ്റ്റം. കാരണം ഒരു കുങ്കുമം ഉണ്ടാക്കാനായിട്ട് പോകാൻ പറ്റില്ല,
ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള കടയിൽ എന്തൊക്കെയാണോ അവൈലബിൾ, സാധാരണക്കാർ അത് വാങ്ങിച്ച് നടക്കി വയ്ക്കും. ഭഗവതി എൻ്റെ ദുരിതങ്ങൾ ദോഷങ്ങൾ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ച് അവിടെ വെക്കുകയാണ്. എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതാണ് വെക്കുന്നത്. ഇതിൻ്റെ എന്താണ് സൊല്യൂഷൻ ഏവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ക്ഷേത്ര ഭാരവാഹികൾ, കമ്മിറ്റികളെല്ലാം ചിന്തിച്ച് അവരവരുടെ ക്ഷേത്രത്തിൽ, അതാത് ക്ഷേത്രത്തിൽ നല്ല വസ്തുക്കൾ മാത്രമേ ഇവിടെ ഉപയോഗിക്കൂ എന്നുള്ള ഒരൊറ്റ തീരുമാനം. ഒരാളെ കൊണ്ട് ഇത് മുഴുവനും മാറ്റുവാൻ സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല, അസാധ്യമാണ്. പക്ഷേ എങ്കിൽ അതാത് ക്ഷേത്ര കമ്മിറ്റി, ക്ഷേത്ര ഭാരവാഹികൾ തീരുമാനിച്ച് ഈ ക്ഷേത്രത്തിൽ മലിന വസ്തുക്കൾ എടുക്കുന്നതല്ല, ഇവിടെ നല്ല രീതിയിൽ എന്താ പറയുക, നല്ല രീതിയിൽ ശുദ്ധമായ രീതിയിൽ തയ്യാർ ചെയ്യുന്ന എണ്ണ ഇല്ലെങ്കിൽ ചന്ദനത്തിരികൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ, കുങ്കുമം ഉപയോഗിക്കുകയുള്ളൂ എന്നിങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാകും. ഏവരും ചിന്തിക്കുക. നമസ്കാരം.